ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. ഞാൻ ഇവിടെ സുഖമായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ രാവിലെ തന്നെ നല്ല കാറ്റും മഴയും ഒക്കെ ഉള്ള ദിവസമാണ് കേട്ടോ ഒന്ന്. അപ്പോൾ ഒരു ഞായറാഴ്ച ദിവസത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. പിന്നെ അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാനത് ആട്ടപ്പൊടി വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ രാവിലെ ആണ് അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ 2 കപ്പ് ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂണ് ഈസ്റ്റാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് 1 സ്പൂണ് പഞ്ചസാര കേട്ടോ. ഈസ്റ്റും ഒക്കെ ഇട്ടുകൊണ്ട് തന്നെ കുറച്ച് പഞ്ചസാര അധികം വേണ്ട, കുറച്ച് ഇട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ. പിന്നെ 1 ടേബിൾ സ്പൂണോളം ചോറ്, ഏത് ചോറായാലും കുഴപ്പമില്ല കേട്ടോ, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഒരു അരമുറി തേങ്ങയോളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ കുറേ ഇട്ട് കൊടുക്കാം കേട്ടോ, അപ്പം അധികം ടേസ്റ്റ് ഉണ്ടാവും. ആട്ടപ്പൊടി ആയതുകൊണ്ട് തന്നെ കുറച്ചധികം തേങ്ങ ഇട്ട് കൊടുക്കാൻ നോക്കാം. ഞാനൊരു അരമുറി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് ഇളം ചൂടുള്ള വെള്ളമാണ് കേട്ടോ. ഇതിങ്ങനെ പാത്രത്തിൽ വെച്ച് മിക്സ് ആക്കണം എന്നില്ല. ഈ പൊടികളൊക്കെ കൂടെ നമ്മൾ മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. ഞാൻ ആദ്യം തന്നെ ഒന്ന് ഇതേപോലെ ഒന്ന് ആക്കിയെടുക്കാമെന്ന് വെച്ചിട്ട് പാത്രത്തിലിട്ടിട്ട് ഇളം ചൂടുള്ള വെള്ളം വെച്ചിട്ട് ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. എന്നിട്ടാണ് കേട്ടോ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കാരണം മൈദയും ആട്ടപ്പൊടിയൊക്കെ ആകുമ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്താൽ ഒട്ടിപ്പിടിച്ച് ആകെ പിന്നെ അരയൂല്ല, സൈഡിലൊക്കെ ഒട്ടിപ്പിടിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ആവണ്ടെന്ന് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പാത്രത്തിലിട്ടിട്ട് ആദ്യം ഇതൊന്ന് കുഴച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ ഇതേപോലെ മുഴുവനായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അരച്ചെടുക്കുമ്പോൾ അധികം വെള്ളം ചേർക്കണ്ട കേട്ടോ, കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അരച്ചെടുത്താൽ മതിയാവും കേട്ടോ. ഞാനത് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ആ മിക്സിയുടെ പാത്രം ഒന്ന് കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടെ കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. നമ്മളെ ദോശ അപ്പത്തിനൊക്കെ ഉണ്ടാക്കുമല്ലോ, അതുപോലെ വെള്ളപ്പത്തിനൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലാണ് കേട്ടോ ഞാനിത് അരച്ചെടുത്തിട്ടുള്ളത്. കുറച്ച് കട്ടിക്ക് തന്നെ അരച്ചെടുക്കാൻ നോക്കുക. പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ട് കാണാം കേട്ടോ. പിന്നെ വീഡിയോസ് കാണാതിരിക്കുമ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ മുഴുവനായിട്ടും ഇപ്പം അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. ഇങ്ങനെ നമ്മൾ മിക്സാക്കി കൊടുത്ത് ആക്കണോണ്ട് തന്നെ പെട്ടെന്ന് അരഞ്ഞ് കിട്ടും ചെയ്യും. നമ്മൾ ചോറും തേങ്ങയെല്ലാം അരയാനുള്ളൂ, അത് പെട്ടെന്ന് തന്നെ അരഞ്ഞ് കിട്ടുകയും ചെയ്യും കേട്ടോ. പിന്നെ ഒട്ടിപ്പിടിക്കുക, സൈഡിൽ നിൽക്കുക, അങ്ങനത്തെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഇനി കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ ഞാൻ രാവിലെ ഒരു 7 മണിക്കാട്ടോ അത് അരച്ച് വെച്ചിട്ടുള്ളത്. ഒരു 7, 7:15, 7:45 ആയപ്പോഴത്തേന് ഞാൻ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേന് തന്നെ ചെറുതായിട്ടൊന്ന് പൊങ്ങി വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പം നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത്ര കട്ടിക്കാണ് കേട്ടോ ഇത് വേണ്ടത്. ഇനി മിക്സിയുടെ ജാറൊന്ന് കഴുകിയിട്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ ഇതിലേക്ക് ചെറിയൊരു കറിയും കൂടെ ഞാൻ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. ഒരു ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്, തക്കാളി, അതേപോലെ കറിവേപ്പില, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാലയുടെ പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് വഴണ്ടി വന്നതിന് ശേഷം കേട്ടോ ഞാനിതിലേക്ക് കുറച്ച് ഉരുളക്കിഴങ്ങ് മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് വേവിച്ചിട്ടുള്ളതാണ് കേട്ടോ, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ തന്നെ നമ്മളെ കറി നല്ല ഉഷാറായിട്ട് റെഡിയായി കിട്ടും കേട്ടോ. അത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ദോശേൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറി തന്നെയാണ് കേട്ടോ. അപ്പോൾ അതാ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇനി ഉച്ചക്കുള്ള ഞാനൊരു മത്തൻ്റെ കഷ്ണം ഉണ്ടായിട്ട് അപ്പോൾ ഞാനതൊന്ന് കറി വെക്കാൻ വേണ്ടിയിട്ടൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ. അപ്പോൾ അപ്പോഴത്തേന് നമ്മളെ അപ്പത്തിന് അരച്ച് വെച്ചിട്ടുള്ള മാവൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് റെഡിയാവും ചെയ്തോളൂ എന്ന് വെച്ചിട്ടാണ് കേട്ടോ ഈ പണിക്ക് നിന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിതൊന്ന് വൃത്തിയാക്കി എടുക്കട്ടെ കേട്ടോ. തോലൊക്കെ ഒന്ന് കളഞ്ഞ് കഴുകിയിട്ട് കഷ്ണങ്ങളാക്കി എടുക്കട്ടെ കേട്ടോ. എന്നിട്ട് കുക്കറിലിട്ടിട്ട് ഒരു 2 വിസിൽ വരുന്ന വരെ ഒന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ. അതിന് അടിപൊളിയായിട്ട് തന്നെ നല്ല വെന്ത് ഉടഞ്ഞ് കിട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ തന്നെ നമ്മൾ അപ്പത്തിൻ്റെ മാവ് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്, കണ്ടില്ല. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളപ്പച്ചട്ടിയിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തിട്ട്. വെള്ളപ്പച്ചട്ടിയിൽ അല്ലെങ്കിൽ നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ നമ്മൾ ദോശ കല്ലുണ്ടെങ്കിൽ അതിൽ ഒഴിച്ചു കൊടുത്തിട്ട് പരത്താതെ അതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് കണ്ട് ചെറിയ ചെറിയ അപ്പങ്ങളാക്കിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ ഒന്ന് ആക്കിയെടുക്കണം. പിന്നെ ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ ചുറ്റിച്ചെടുത്തതിന് ശേഷം വെക്കുമ്പോൾ ഇതിലുള്ള ഈ ബബിൾസ് ഓട്ടകളൊക്കെ ഇങ്ങനെ വരുമല്ലോ, അതൊക്കെ വന്നതിന് ശേഷം
മൂടി വെച്ച് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടല്ല നല്ല പെർഫെക്റ്റായിട്ട് നമ്മളെ അപ്പം കിട്ടും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളിയിൽ നമ്മൾ തലേന്നൊക്കെ നമ്മൾ ഇഡ്ഡലിക്കും അതേപോലെ ഇങ്ങനെ അപ്പത്തിനൊക്കെ അരച്ച് വെക്കാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആക്കിയാൽ മതിയാവും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാനതൊന്ന് വേവിച്ച് 2 വിസിലടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിലേക്ക് ഒരു അരപ്പും കൂടെ തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ അതേപോലെ കുറച്ച് ചുവന്ന മുളക്, ചെറിയ ജീരകം, ചെറിയ ഉള്ളി, കുറച്ച് തേങ്ങ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചതിന് ശേഷം അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ ഇപ്പോൾ ഈ ചുവന്ന മുളകുകൾ കണ്ടില്ല. അപ്പോൾ അങ്ങനത്തേത് ഒരുപാടൊക്കെ ചില വീട്ടുകളുണ്ടാവില്ല. നമ്മൾ പച്ചമുളക് കൊണ്ടുവരുമ്പോൾ അതിൽ ഒരുപാട് ചുവന്ന മൂത്ത മുളക് ഉണ്ടെങ്കിൽ അതായിട്ട് ഞാനിതിൽ ഒന്ന് അരച്ചെടുത്തിട്ട് ഒരു പേസ്റ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ മീനൊക്കെ കായം തേക്കാൻ പറ്റിയിട്ടുള്ള. അപ്പോൾ അതും കൂടെ ഒന്ന് കാട്ടിത്തരാം കേട്ടോ. അപ്പോൾ നമ്മൾ അരച്ചെടുത്ത പേസ്റ്റ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടല്ല ഉടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെള്ളം അധികം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കറി ആക്കിയിട്ട് കൊടുക്കുക. ഞാനൊരു കട്ടിയിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കടുക് പൊട്ടിച്ചെടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് കറിവേപ്പിലും കടുകും വറ്റൽമുളക് ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതും കൂടെ പൊട്ടിച്ച് കഴിഞ്ഞാൽ നമ്മൾ അടിപൊളിയായിട്ടുള്ള ചൊറ്റിക്കൊക്കെ കൂട്ടാൻ പറ്റിയ അടിപൊളി മത്തൻ്റെ കൂട്ടാനും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ചുവന്ന മുളക്. അതുപോലെ അതിലേക്ക് ഞാൻ കുറച്ച് ചെറിയ ഉള്ളി, വലിയ ജീരകം, ഉപ്പ്, പിന്നെ കുറച്ച് ഓയിൽ, കറിവേപ്പില എല്ലാം കൂടെ, കുറച്ച് വെളുത്തുള്ളി എല്ലാം കൂടെ ഇതേപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. മിക്സിയുടെ ജാറിൽ കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ മീനിൽ കായം തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ അരക്കുമ്പോൾ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കളറുണ്ടല്ലോ, ഫുഡ് കളർ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. മീനൊരു കളർ കിട്ടാൻ അല്ലെങ്കിൽ കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും മതിയാവും. അപ്പോൾ ഞാനിത് അങ്ങനെ അരച്ച് നന്നായിട്ടല്ല എരിവൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മീൻ മേലൊക്കെ ഒന്ന് കായം തേച്ചിട്ട് നല്ല ഉഷാറായിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നല്ല കളർ വേണമെന്നുള്ളവർക്ക്